നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രി KB ഗണേഷ് കുമാർ കളി തുടങ്ങി മക്കളെ. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുമെന്നതാണ് KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ഉടൻ പ്രഖ്യാപിച്ചത്. ഇതിനായി 10 അംഗ കമ്മിറ്റിയെയും രൂപീകരിച്ചിരുന്നു. 2 മാസത്തിനകം തന്നെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ച് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. എത്ര കാര്യക്ഷമമായ പ്രവർത്തനം! ഇത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു മാറ്റം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഗതാഗത മന്ത്രി കസേരയിൽ ഇരിക്കുന്നത് മന്ത്രിമാരിൽ പുപ്പുലിയായ KB ഗണേഷ് കുമാർ ആണെന്ന് നമ്മൾ ഓർക്കണം. അടിമുടി മാറ്റങ്ങളാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുത്തിയിരിക്കുന്നത്. ഇനി എളുപ്പത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട. ഡ്രൈവിംഗ് ടെസ്റ്റും നടപടിക്രമങ്ങളും കർശനമാക്കിയിരിക്കുകയാണ്. മാറ്റങ്ങൾ മെയ് 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. എങ്ങനെയും എടുത്ത് കടന്നുകൂടാമെന്ന് കരുതുകയും വേണ്ട. ന് പകരം സങ്കീർണമായ പല പരീക്ഷണങ്ങളും ഉൾപ്പെടുത്തിയതോടെ ഇനി നല്ലതുപോലെ വാഹനം ഓടിക്കാൻ അറിയാത്തവർക്ക് ലൈസൻസ് കിട്ടില്ല. കാർ ലൈസൻസ് എടുക്കാൻ ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനം, അതുപോലെ ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കാൻ പാടില്ല. പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണം 30ആയും നിജപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറയും ഘടിപ്പിക്കണം തുടങ്ങിയ നിരവധി മാറ്റങ്ങളാണ് പരിഷ്കരിച്ച ടെസ്റ്റിനുള്ളത്. ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് MVI കൊണ്ടുപോകണം. ഡാറ്റ ഓഫീസിലെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയ ശേഷം മെമ്മറി കാർഡ് തിരികെ നൽകണം. ഡാറ്റ 3 മാസം വരെ സൂക്ഷിക്കണം. ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കൈകൊണ്ട് ഗിയർ പ്രവർത്തിപ്പിക്കുന്ന വാഹനത്തിന് പകരം കാലിൽ ഗിയറുള്ള വാഹനം നിർബന്ധമാക്കിയിട്ടുണ്ട്. ടെസ്റ്റിന് ഉപയോഗിക്കേണ്ടത് കാൽപാദം കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സിലക്ഷൻ സംവിധാനമുള്ളതും അതുപോലെ 95 cc മുകളിൽ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ളതുമായ മോട്ടോർ സൈക്കിൾ ആയിരിക്കണം. നിലവിൽ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർത്തിട്ടുള്ള 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ മെയ് 1 മുൻപായി നീക്കം ചെയ്യണം. പകരം 15 വർഷത്തിൽ താഴെ പഴക്കമുള്ള വാഹനങ്ങൾ ലൈസൻസിൽ ചേർക്കണം. കാർ ഉൾപ്പെടെ ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഓട്ടോമാറ്റിക് ഗിയർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാർട്ട് 1 ആംഗുലർ പാർക്കിംഗ്, അതുപോലെ പാരലൽ പാർക്കിംഗ്, സിക്സാക് ഡ്രൈവിംഗ്, ഗ്രേഡിയന്റ് ടെസ്റ്റ് എന്നിവ ഉൾപ്പെടുത്തി പരിഷ്കരിക്കും. മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലെ പാർട്ട് 2 റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ നടത്തണം. ഈ ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും. പ്രതിദിനം ഒരു MVIയും ഒരു AMVIയും ചേർന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം 30ആയി നിജപ്പെടുത്തണം. ഇതിൽ 20 എണ്ണം പുതിയ അപേക്ഷകരും 10 എണ്ണം നേരത്തെ പരാജയപ്പെട്ടവരുമായിരിക്കണം. പരാജയപ്പെട്ട അപേക്ഷകരുടെ എണ്ണം 10ൽ കുറവായാൽ നേരത്തെ അപേക്ഷിച്ച് ടെസ്റ്റിന് ഹാജരാകാൻ കഴിയാതിരുന്നവർക്ക് മുൻഗണന പ്രകാരം നൽകാം. 30 എണ്ണത്തിലധികം ടെസ്റ്റ് നടത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും. മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യോഗ്യത വിജയകരമായി പൂർത്തിയായവർക്ക് മാത്രമേ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ ആകാൻ സാധിക്കൂ. റെഗുലർ കോഴ്സ് പാസ്സായവരുമായിരിക്കണം. അങ്ങനെ പുതിയ പരിഷ്കാരങ്ങളോട് കൂടിയ ഡ്രൈവിംഗ് ടെസ്റ്റ് മെയ് 1 മുതൽ തുടങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.